ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതെടുത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, ഇന്ന് നിങ്ങൾ എന്ത് എനർജിയിലാണുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് നോക്കാം. ലവേഴ്സ്, 6 ഓഫ് കപ്പ്, Knight of Pentacles, Hermit, Queen of Pentacles. ബോട്ടം വന്നിട്ടുള്ളത് കിങ് ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. നമുക്ക് ഇതിനോട് കുറച്ച് കാർഡ്സ് എടുക്കാം. അബണ്ടൻസ്, കിങ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്, അബണ്ടൻസ് വന്നിട്ടുണ്ട്, പൈസയ്ക്കൊന്നുമില്ല, ഫെയ്ത്ത്, ഇതിൻ്റെ ഒരു ഗൈഡൻസ് നോക്കാം എന്താണെന്ന്. സമ്മർ, ബ്രോക്കൺ ആരോ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വന്നിട്ടുള്ളത് ലവേഴ്സ് കാർഡാണ്. അപ്പോൾ ഇന്നൊരു ലവേഴ്സും 6 ഓഫ് കപ്പും വന്നിട്ടുണ്ട്. നിങ്ങളുടെ പാസ്റ്റിൽ നിന്നുള്ള ആരോ ഒരാൾ തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് ആദ്യം തന്നെ കിട്ടിയത്. ചിലപ്പോൾ ഇത് നിങ്ങളിൽ നിന്ന് വിട്ടുപോയ ഒരാളായിരിക്കാം. ഇത് ഇപ്പോൾ കുറേ കാലം കൊണ്ട് ഒരു കണക്ഷൻ ഇല്ലാത്ത ആളായിരിക്കാം. പക്ഷെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരാളാണ് കേട്ടോ. എപ്പോഴൊക്കെയോ നിങ്ങൾ ഈ വ്യക്തി തിരിച്ചു വരുമെന്ന് വെയിറ്റ് ചെയ്തിരുന്ന ഒരാൾ നിങ്ങളിലേക്ക് റീകണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇതിങ്ങനെ തിരികെ വരണം എന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരാളിനെ കാണണമെന്നോ മിണ്ടണമെന്നോ സംസാരിക്കണമെന്നോ ഒക്കെ നിങ്ങൾ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു സോൾ ലെവൽ കണക്ഷനുള്ള ഒരാളാണ്, ഇതൊരു നോർമൽ കണക്ഷൻ അല്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇത് വിട്ടുകളയാനോ മറക്കാനോ ഒന്നും തന്നെ പറ്റൂല. അങ്ങനത്തെ ഒരു കണക്ഷനുള്ള ഒരാളുമായിട്ട് വീണ്ടും നിങ്ങൾ റീകണക്ട് ചെയ്യുന്നു എന്നാണ് കാണുന്നത് ഇന്നത്തെ ദിവസം. പക്ഷേ ഇത് ചിലപ്പോൾ നിങ്ങൾ കുറേ കാലം കൊണ്ട് വെയിറ്റ് ചെയ്തൊരു കാര്യമാണ്, വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമാണ്. ഇത് നല്ലതായിട്ട് പോകാതെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാര്യമാണെന്നാണ് കാണുന്നത്. പിന്നെ നിങ്ങളുടെ കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം, നിങ്ങൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത് ശരിയാണോ, ഇത് ശരിയാണോ, ഞാൻ പോകുന്നത് ശരിയാണോ, എൻ്റെ വഴി ശരിയാണോ, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി കിട്ടാത്ത കുറേ കാര്യങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. അതെങ്ങനെയാണ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ക്ലാരിറ്റി കിട്ടുന്നു എന്നുള്ളതാണ്. നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും, എന്നിട്ട് പുറത്ത് പരതിക്കൊണ്ടേയിരിക്കും. അങ്ങനെയല്ല, ഹെർമിറ്റ് പറയുന്നത് നിങ്ങളുടെ ഇപ്പോൾ ഉള്ള കൺഫ്യൂഷൻ്റെ എല്ലാത്തിൻ്റെ ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി എടുത്താൽ മാത്രം മതി എന്നുള്ളതാണ്. പിന്നെ ക്യൂൻ ഓഫ് പെൻറ്റാക്കിൾസിൻ്റെ എനർജി ആണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വേണ്ടത് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ്. നിങ്ങൾ വേറെ കുറേ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ എനർജി നിങ്ങൾ വിട്ടുകളയാതിരിക്കുക. നിങ്ങൾ പല സ്ഥലങ്ങളിലേക്ക് നിങ്ങളുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പം നിങ്ങൾക്ക് കിട്ടേണ്ട യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ കിട്ടൂല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ആ ഒരു കാര്യം നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും എത്തും എന്നുള്ളതാണ്. ഈ കിങ് ഓഫ് സോർഡ്സ് പറയണത് നിങ്ങൾ കുറേ ഇമോഷണലി അറ്റാച്ച്മെൻ്റ് ഒക്കെ ഉള്ള കുറേ കാര്യങ്ങളിൽ നിന്നും ആ ഇമോഷൻസ് എല്ലാം കട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ഈ എനർജി ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ഇനി പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിന് അല്ല. അതെപ്പോഴും മനസ്സിലാക്കുക. നിങ്ങളിപ്പോഴും
നിങ്ങൾക്കുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ബ്ലോക്ക് ആകണത് ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇപ്പം സ്റ്റക്കായിരിക്കുന്നത് കൊണ്ടാണ് ആ ആൾ വരുമോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ ചെയ്തത്, എന്തിനാണ് ഞാനിത് അനുഭവിച്ചത്, നിങ്ങൾ ആ ഒരു കാത്തിരിപ്പ് തുടരുന്നു എന്നുള്ളതാണ്. ഇനി കാത്തിരിക്കേണ്ട. ആ ആള് നിങ്ങളെ വിട്ടുപോകാൻ പറ്റാത്ത ഒരാളാണ്. കാരണം സോൾ കണക്ഷൻ ഉള്ള ഒരാളാണ്. അത് ആ ആളിനും അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ചിന്തകളിൽ നിങ്ങളുടെ ആ ഒരു എനർജി മുഴുവൻ നിങ്ങൾ കളയാതെ, നിങ്ങൾ ഇപ്പോൾ ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് വെച്ചാൽ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. ഈ ഒരു എനർജിയാണ് നിങ്ങൾ വീണ്ടും മൂവ് ചെയ്യിക്കേണ്ടത്. മണി എനർജി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റത്തിൻ്റെ എനർജി നിങ്ങൾ റിസീവ് ചെയ്യണം എന്നാണ് കാണുന്നത്. അബണ്ടൻസ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അപ്പം നമുക്ക് എപ്പോഴും പൈസയ്ക്ക് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ, നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ എനർജി നിങ്ങൾ എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ദിവസം നിങ്ങൾ ചിന്തിക്കുന്നതും ഒക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കി നോക്കുമ്പം കുറച്ച് സമയം മാത്രമായിരിക്കും നമ്മൾ ഈ പൈസയെ പറ്റി ചിന്തിക്കുന്നത്. ബാക്കിയെല്ലാം ഇല്ലായ്മ, നമ്മളുടെ പ്രശ്നങ്ങൾ, റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, അസുഖങ്ങൾ, ഇതിലൊക്കെയാണ് നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യണത്. അങ്ങനെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നാൽ ഒരിക്കലും നമുക്ക് പൈസ നമ്മളിലേക്ക് വരില്ല. നമ്മൾ ഈ മണി എനർജി എന്ന് പറയുന്നത് ഹൈ വൈബ്രേഷണൽ എനർജിയാണ്. നമ്മുടെ വൈബ്രേഷൻ കൂട്ടിയാൽ മാത്രമേ അത് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വളരെ മുകളിലൂടെ പോകുന്ന ഒരു കാര്യത്തിന് നമ്മൾ അതിനേക്കാളും താഴ്ന്നു നിന്നാൽ അത് കണക്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക്. അത് നമ്മളിലേക്ക് വരില്ല. അപ്പം നമ്മൾ മണി എനർജി എത്ര വലുതാണോ, എത്ര ഉയരത്തിലാണോ, ആ ഉയരത്തിൽ നമ്മളുടെ എനർജി ലെവൽ ഉയർത്തണം. എന്നാൽ മാത്രമേ പൈസ നമ്മളിലേക്ക് വരുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ് ഉണ്ട് എന്നാണ് കാണുന്നത് കേട്ടോ. ഫെയ്ത്താണ് ഇതിനകത്ത്. കുറേ പൈസ ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങളെ ബ്ലെസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് നിങ്ങളുടെ ഫാമിലി, ഗോഡ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പിതൃക്കൾ, അങ്ങനെയുള്ള ആൾക്കാരാകാം. പിന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തി, അത് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. പല കാര്യങ്ങളും നിങ്ങളെ പറഞ്ഞു തരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലുള്ള പല കാര്യങ്ങളെക്കുറിച്ചും, നിങ്ങൾ കാണാത്ത കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ നിങ്ങളത് ശ്രദ്ധിക്കുന്നില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ, അത് ശ്രദ്ധിക്കാതെയാണ് നിങ്ങൾ സ്റ്റക്കായി നിൽക്കണമെങ്കിൽ അങ്ങനെയല്ല. നിങ്ങളുടെ മുന്നിലുള്ള നിങ്ങളെ വഴികാട്ടിയായിട്ടുള്ള ആൾക്കാരെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ചിലപ്പോൾ ഈ വഴികാട്ടി എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലിരിക്കുന്ന സോളായിരിക്കും. ആ സോളിനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി എന്നാണ് കാണുന്നത് കേട്ടോ. പിന്നെ പെർഫെക്ഷൻ, ഇത് നമ്മൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ ക്ലിയർ ആയിരിക്കണം, ഇതിനൊരു നെഗറ്റീവും പാടില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. നിങ്ങൾ ആദ്യം എന്താണോ നിങ്ങൾക്ക് ഉള്ളത് അതിൽ സംതൃപ്തി പെടാൻ ശ്രമിക്കുക ആദ്യം. അപ്പോൾ ഈ പെർഫെക്ഷനിലേക്ക് പോകാതിരിക്കുക. അപ്പം നമ്മൾ മനസ്സിലെപ്പോഴും ഒരു സാറ്റിസ്ഫാക്ഷൻ സൂക്ഷിക്കണം എന്നുള്ളതാണ്. നമ്മൾ അയ്യോ അത് ശരിയായില്ലല്ലോ, ഇത് ശരിയായില്ലല്ലോ, അത് അങ്ങനെ അല്ലല്ലോ വരേണ്ടത്, ഇങ്ങനെയൊന്നും അല്ല നിങ്ങൾ ചിന്തിക്കേണ്ടതെന്നാണ് കാണുന്നത്. ഇതിൽ നിങ്ങളുടെ മുന്നിലുണ്ടായിരുന്ന ഒരു പ്രശ്നം അത് തീർന്നു പോയി എന്നുള്ളതാണ് ഈ ബ്രോക്കൺ ആരോ പറയണത്. അപ്പം നിങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രഗിൾ ആകാം അത് ഈ നിങ്ങളിലേക്ക് വന്ന ഒരു നെഗറ്റീവ് എനർജി ആകാം, നിങ്ങളുടെ മുന്നിലുണ്ടായിരുന്ന തടസ്സങ്ങളാകാം, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ ബ്ലോക്ക് ചെയ്തിരുന്ന എന്തോ ഒരു കാര്യമാകാം, അത് ബ്രോക്ക് ആയിപ്പോയി എന്നുള്ളതാണ്. അത് പൊട്ടിപ്പോയിരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ അത് നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. സമ്മറാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ഈ ഒരു പാസ്റ്റിനെ റിലീസ് ചെയ്യണം എന്നാണ് കേട്ടോ പറയണത്. നിങ്ങൾ പാസ്റ്റ് ഹോൾഡ് ചെയ്ത ഒരിക്കലും നിങ്ങൾക്ക് മുന്നിൽ നല്ലൊരു കാര്യം സംഭവിക്കില്ല. അത് ആദ്യം എപ്പോഴും മനസ്സിലാക്കുക. നമ്മൾ പാസ്റ്റിലുള്ള കുറേ വിഷമവും ടെൻഷനും ഓരോരുത്തരും നമ്മളോട് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ വെക്കാതെ അത് റിലീസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം എന്നിട്ട് നമ്മൾ പീസിൻ്റെ എനർജി കൊണ്ടുവരണം, സമാധാനത്തിൻ്റെ എനർജി കൊണ്ടുവരണം. സമ്മറാണ് ഇത്. നിങ്ങൾ കാത്തിരുന്നൊരു വിജയമാണ്. കാരണം നിങ്ങൾ കുറേ ഹാർഡ് വർക്ക് ചെയ്തു. ബി എന്താണ്? ഹാർഡ് വർക്കിൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ ബി എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്ത ആ ഒരു ഹാർഡ് വർക്കിൻ്റെ ഫലം ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് കാണുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സമാധാനത്തിലും സന്തോഷത്തിലും ഇരിക്കാൻ ശ്രമിക്കണം. കാരണം അബണ്ടൻസ് ആണ് നിങ്ങൾക്ക് വരാൻ പോണത്. അതിൽ നിങ്ങൾ വിശ്വാസവും വേണം. നമ്മളുടെ കർമ്മഫലത്തിൽ നമ്മൾ വിശ്വസിക്കണം. നമ്മളെപ്പോഴും മറ്റുള്ളവർ പറയുന്നതിൽ മാത്രമല്ല, നമ്മളുടെ കർമ്മ
അത് നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കണം. അപ്പം നമുക്കറിയാം നമ്മൾ എന്തൊക്കെയാണ് ചെയ്തിരുന്നതെന്ന് നമുക്കറിയാം. അപ്പം മറ്റുള്ളവർക്ക് നമ്മൾ നല്ലതാണോ ചീത്തയാണോ ചെയ്തതെന്നൊക്കെ നമ്മളറിയാം. നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് നമുക്കറിയാം. അപ്പോൾ നിങ്ങൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ടത് വെറുതെ അല്ല എന്നാണ് ഈ ഒരു മെസ്സേജ് അതിൽ കിട്ടിയത്. കാരണം നിങ്ങളെ കഷ്ടപ്പാടിൻ്റെ ഫലമുണ്ട്. നിങ്ങൾ കഷ്ടപ്പെട്ടത് വെറുതെ അല്ല, അബണ്ടൻസ് ആണ് നിങ്ങളിലേക്ക് വരുന്നത്. അതൊരു വിശ്വാസത്തോടു കൂടി ഇരിക്കാം. ഇതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് ഗൈഡൻസും നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ അത് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സോ അങ്ങനെയുള്ള ആരൊക്കെയോ ഗാർഡിയൻ ഏഞ്ചൽസ് ഒക്കെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്നു. അത് നിങ്ങൾ വിശ്വസിക്കുക. അപ്പം നിങ്ങളുടെ കഷ്ടപ്പാട് അവരും കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നത്തെ ഒരു മെസ്സേജ് വളരെ നല്ലതാണ് കേട്ടോ. നിങ്ങളുടെ ആ മെസ്സേജ് ഒന്ന് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. നെഗറ്റീവിനെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കാതിരിക്കുക. നമുക്ക് ഈ കാർഡിൻ്റെ നിങ്ങളുടെ ഇതിലുള്ള മെസ്സേജ് നോക്കാം. എക്സ്പ്ലോറിങ് യുവർ ഇൻട്രസ്റ്റ് ആണ്. അപ്പം നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ ജെനുവിനായിട്ട് ഫീൽ ചെയ്യുന്ന എന്ത് കാര്യവും നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ളതാണ്. അതാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണ് വേണ്ടത്, എന്ത് ആഗ്രഹമാണ് ഉള്ളത്, അത് നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതാണ് നിങ്ങളുടെ സോൾ പാത്തിലേക്ക് നയിക്കുന്നത്, അല്ലെങ്കിൽ സോൾ പർപ്പസിലേക്ക് നയിക്കുന്നത് അതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന വഴിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടായേക്കാം, സ്റ്റക്കായിരിക്കാം, കൺഫ്യൂഷൻ ഉണ്ടായേക്കാം. പക്ഷേ നിങ്ങൾക്ക് ഗൈഡൻസ് ഉണ്ട്, യൂണിവേഴ്സ് നിങ്ങൾ ഗൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഗൈഡൻസ് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ്. നിങ്ങൾ പുതിയ കാര്യങ്ങൾക്ക് ട്രൈ ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള പുതിയ കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ കൊണ്ട് പറ്റൂല എന്ന് വിചാരിക്കരുത്. നമ്മൾ ട്രൈ ചെയ്താൽ മാത്രമേ അത് ചെയ്തത് ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ ട്രൈ ചെയ്യാതിരുന്നാൽ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെ ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകാനാണ്. പാസ്റ്റിനെ വിട്ടുകളയുക. കാരണം ബ്രോക്കൺ ആരോയാണ് പാസ്റ്റ്. അപ്പോൾ ഈ പാസ്റ്റ് നിങ്ങളൊന്ന് വിട്ടുകളയാം. നിങ്ങളുടെ പ്രസൻറ്റ് മൊമെൻറ്റ് നിങ്ങൾ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. അവിടെയാണ് നിങ്ങൾക്ക് ഓവർ തിങ്കിങ് വേണ്ടാതെ മുന്നോട്ട് പോകേണ്ടത്. നമ്മളെപ്പോഴും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു യൂണിവേഴ്സിൻ്റെ പ്രോസസ്സിൽ നമ്മളങ്ങ് വിശ്വസിക്കുക. നിങ്ങളുടെ പാഷൻ എന്താണോ അത് കണ്ടുപിടിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ അന്വേഷിക്കുന്ന വഴിയുണ്ട് എന്ന് മനസ്സിലാക്കുക. നമ്മളെപ്പോഴും ഇതിനൊന്നും പുറത്ത് ഒരിടത്തും പോകേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമ്മളുടെ ഉള്ളിലാണെന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ 2 കാർഡ് കൂടി എടുത്ത് നോക്കാം. വീലാണ്. ഇതിൽ നിങ്ങൾ ചില കാര്യങ്ങളിൽ തീരുമാനം എടുക്കാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർ തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക. ഞാൻ ചെയ്യുന്നത് ശരിയാണോ, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഹോൾഡ് ചെയ്യുന്നത്, പാസ്റ്റിനെ ഹോൾഡ് ചെയ്യുന്നത് നിങ്ങൾ പൂർണ്ണമായും റിലീസ് ചെയ്യുക. കാരണം ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ പറയുന്നത് ശരിയാണോ, എൻ്റെ വഴി ശരിയാണോ എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ നിങ്ങൾ മാറ്റിക്കളയണം എന്നാണ് കാണുന്നത്. നമുക്കിനി ഭഗവാന്റെ എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് നോക്കാം. അബണ്ടൻസ് ആൻഡ് പ്രോസ്പെറിറ്റിയാണ്. അപ്പോൾ ഇതിൽ കുറേ അബണ്ടൻസ് വന്നിട്ടുണ്ടല്ലോ കേട്ടോ. പൈസയുടെ എനർജിയാണ്. അപ്പം നിങ്ങൾക്ക് ഇപ്പം എന്താണോ ആഗ്രഹിക്കുന്നത്, ഫിനാൻസ് സംബന്ധമായ കാര്യമാണെങ്കിൽ അബണ്ടൻസ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സമയം അങ്ങനെയാണ്. ഇപ്പം നമുക്ക് ഇത് വീലും വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാ സമയവും ഭാഗ്യം നമുക്ക് അനുകൂലമായിരിക്കില്ല. പക്ഷേ ഈ ഒരു സമയം ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാണ് എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ആൻസസ്റ്റേഴ്സൊക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൈഡ് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത്. അതിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക, അതിൽ ഡൗട്ട്ഫുൾ ആകാതിരിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു.
നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.